Hi friends, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു പൊട്ടറ്റോ സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ്. ഇത് ശരിക്കും കുറച്ച് ഗ്രേവിയൊക്കെ ഉള്ള തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചുണ്ടാക്കുന്നതാണ്. ഓക്കെ, ഞാൻ യൂഷ്വലി തിക്കായിട്ടുള്ളൊരു പൊട്ടറ്റോ സ്റ്റൂ സദ്യക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അതിൻ്റെ റെസിപ്പി ഉണ്ട്. പിന്നെ ഇതാണെങ്കിൽ നമ്മൾ സാധാരണ എപ്പോഴും സദ്യക്ക് കാണുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള പൊട്ടറ്റോ സ്റ്റൂ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ 250 ഗ്രാം പൊട്ടറ്റോ പുഴുങ്ങിയതാട്ടോ എടുത്ത് വെച്ചു. പിന്നെ ഇത് 100 ഗ്രാം ഓണിയൻ. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഷാലറ്റ്സോ പേളോണിയനോ യൂസ് ചെയ്യാം. കറി ലീഫ്, കുറച്ച് ഗ്രീൻ ചില്ലി. ഇപ്പോൾ ഇതിനാണെങ്കിൽ ഞാൻ മുളക് പൊടി യൂസ് ചെയ്തില്ല കേട്ടോ, അതുകൊണ്ട് നമുക്ക് കുറച്ച് ഏറെ ഗ്രീൻ ചില്ലി ഇടാം. മസാലകൾ എന്ന് വെച്ചാൽ ഇതിനകത്ത് ഞാൻ കുറച്ച് മല്ലിപ്പൊടി, ഇതിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറയാം കേട്ടോ, കറക്റ്റ് മെഷർമെൻറ്റ് പറഞ്ഞുതരാം. പിന്നെ സിനമൺ സ്റ്റിക്സ്, പിന്നെ ഗ്രാമ്പു, 1/2 ടീസ്പൂൺ കുരുമുളകും, 1/2 ടീസ്പൂൺ ഫെനൽ സീഡും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 കാർഡമം, 1 സ്റ്റാർ അനീസ്. ഓക്കെ, ഇപ്പം നമുക്കിത് കുറച്ചല്ലേ ഉള്ളു. ഇത് മസാലകൾ ഇടുമ്പം നന്നായിട്ട് പൊടിഞ്ഞ് വരുന്നില്ലെങ്കിൽ നമുക്ക് ഈ മല്ലിപ്പൊടിയും കൂടെ അതിൻ്റെ കൂട്ടിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ പൊടിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ പൊടിക്കാൻ പോകുന്നത്. പിന്നെ ലാസ്റ്റ് കടുക് വറുക്കാനുള്ള കടുകും മുളകും, ഒരു തണ്ട് കറി ലീഫ്. അപ്പോൾ ഇവിടെ നമ്മൾ വഴറ്റുമ്പോൾ കുറച്ച് കറി ലീഫൊക്കെ വേണം കേട്ടോ. പുഴുങ്ങിയത് എനിക്ക് ഇതിനിപ്പോൾ അരിഞ്ഞിട്ട് വരണം. പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണയും ഉപ്പും ഒക്കെ എടുത്ത് വെക്കുക. ഓക്കെ, ഇതൊക്കെ ഒന്ന് വഴറ്റി മസാലകളും ഇട്ട് പിന്നെ ആവശ്യമുള്ള തേങ്ങാപ്പാൽ കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് തേങ്ങാപ്പാലും 1 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതെല്ലാം വഴറ്റി അതിനകത്തോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് ഗ്രേവി ഉള്ള പൊട്ടറ്റോ സ്റ്റൂ കേട്ടോ. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം എനിക്ക് ബോയിൽഡ് പൊട്ടറ്റോ ഒന്ന് കട്ട് ചെയ്തിട്ട് വരണം. ഇതിനകത്ത് ഞാൻ കട്ട് ചെയ്തിടുന്നത് കേട്ടോ. അതുപോലെ ഓണിയനും ഗ്രീൻ ചില്ലി ഇഷ്ടമുള്ള എരിവ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ എടുക്കാം കേട്ടോ. എന്നുവെച്ചാൽ ഇതിനകത്ത് ഗ്രീൻ ചില്ലിയും ഈ എന്താ പറയുക കുരുമുളകും ഒക്കെ ഉള്ളൂ എരിവിന് നമ്മൾ യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഗ്രീൻ ചില്ലി ഏറെ എടുക്കുക. ഓക്കെ, നമുക്കിങ്ങനെ അടിപൊളിയായിട്ടുള്ളൊരു ഗ്രേവിയുള്ള പൊട്ടറ്റോ സ്റ്റൂ ഉണ്ടാക്കാൻ നോക്കാം. ഇപ്പോൾ ഓണത്തിനും ഒക്കെ സദ്യക്കൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി ചെയ്തിട്ടോ. നമുക്ക് ആദ്യം ഇതൊന്ന് കട്ട് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പം പുഴുങ്ങിയ പൊട്ടറ്റോ ഇത് കട്ട് ചെയ്യുമ്പോഴേ ഇതേപോലെ ഈ ഷേപ്പോ അല്ലെങ്കിൽ അതിൻ്റെ നടുക്കൂടെ സൈഡിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഷേപ്പ് കിട്ടും. പിന്നെ കുറച്ച് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ കറിയൊക്കെ ഇങ്ങനെ എന്താ പറയുക വിളമ്പി സെർവ് ചെയ്ത് ഇലയിലോട്ടൊക്കെ. സദ്യയുടെ ഇതാട്ടോ, സദ്യക്ക് ഉണ്ടാക്കുന്ന തേങ്ങാപ്പാൽ കൊണ്ടുള്ള കുറച്ച് ഗ്രേവി ആയിട്ടുള്ള പൊട്ടറ്റോ സ്റ്റൂവാണ്. ഓക്കെ, അപ്പം കുറച്ചിങ്ങനെ ഒരു പൊട്ടറ്റോയും കുറച്ച് ഗ്രേവിയൊക്കെ ആയിട്ട് അങ്ങനെയാണല്ലോ സദ്യക്ക് സെർവ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 250 ഗ്രാം ഉണ്ടായിരുന്നു. പിന്നെ ഒരു 50 ഗ്രാം ചെറിയ ഉള്ളി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചു നീളത്തിൽ. പിന്നെ ഗ്രീൻ ചില്ലി, കറി ലീഫൊക്കെ എടുത്ത് വെച്ചു. ഗ്രീൻ ചില്ലി എരിവ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കൂടുതൽ യൂസ് ചെയ്യാം. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഞാൻ ചില്ലി പൗഡർ ചേർക്കാതെ ഉണ്ടാക്കുന്ന ഒരു ലൈറ്റ് ബ്രൗൺ കളറിലെ സ്റ്റൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇതില്ല, മുളക് പൊടി ഇല്ല ഇതുണ്ടാക്കുന്നത്. അപ്പം ആവശ്യത്തിന് എരിവിന് പച്ചമുളക് അല്ലെങ്കിൽ കുരുമുളക്. ഓക്കെ, കുരുമുളക് എടുക്കുക. അപ്പോൾ ഇതെല്ലാം ഇതേപോലെ അരിഞ്ഞു വെച്ചു. ഫസ്റ്റ് നമുക്ക് ഈ മസാലകളെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം. ഓക്കെ, പിന്നെ ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചു, തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ കേട്ടോ. അപ്പോൾ അത് 1 കപ്പ് വെള്ളം കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കൂടുതൽ എടുക്കുവാണെങ്കിൽ ഞാൻ പറയാം. ഓക്കെ, കറക്റ്റ് മെഷർമെൻറ്റ് പറഞ്ഞുതരാം. അപ്പം നമുക്ക് ആദ്യം ഇതൊന്ന് വഴറ്റിയൊക്കെ എടുക്കാം. ഓക്കെ, എന്നിട്ട് മസാലയൊക്കെ പൊടിച്ചെടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം നമുക്ക് ആദ്യം മസാല പൊടിച്ചിട്ട് വരാം. ഈ വോൾ മസാല കുറച്ചേ ഉള്ളതുകൊണ്ട് പൊടിഞ്ഞ് വരാൻ ചിലപ്പോൾ പാടായിരിക്കും. ഓക്കെ, അപ്പം ഈ ബാക്കി എന്തെങ്കിലുമൊക്കെ പൗഡേർഡ് മസാല നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതുകൂടെ ഇതിനകത്തോട്ടിട്ട് ഒന്നിച്ച് പൊടിച്ചാൽ ഈ ബാക്കിയുള്ള വോൾ മസാല നന്നായിട്ട് പൊടിഞ്ഞു വരും കേട്ടോ. ഞാനിതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് പൊടിച്ചെടുക്കാൻ പോവാം. കണ്ടോ, ഇതേപോലെ പൊടിഞ്ഞു വരും. നമുക്കൊരു പാത്രം വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ചെറിയ ഉള്ളി, കറി ലീഫ്, പച്ചമുളകൊക്കെ ഒന്ന് വഴറ്റിയെടുക്കും. അപ്പോൾ ആ ചെറിയ ഉള്ളി, ഗ്രീൻ ചില്ലി, കറി ലീഫ്, ഓക്കെ, അതൊക്കെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ കളറിൽ. ഓക്കെ, വരത്തക്ക രീതി ഈ ചെറിയ ഉള്ളി. അതിന് മുമ്പായിട്ട് വേണമെങ്കിൽ നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് പിന്നെ മസാലയൊക്കെ ഇട്ട് വഴറ്റിയെടുക്കാം. ഓക്കെ, അപ്പം ഇതെല്ലാം കൂടെ ആദ്യം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുക്കാം. ഓക്കെ, കുറച്ച് ഉപ്പിട്ട വഴറ്റിയാണ് വേണ്ടത്. ഇത് മതിട്ടോ, 2-3 മിനിറ്റ് ഞാനിങ്ങനെ ബ്രൗൺ
കളർ ആയിട്ടില്ല. ജസ്റ്റ് എന്താ ആവുന്നതിന് മുമ്പ് നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതില്ലേ പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതല്ലോ ബ്രൗൺ കളർ, ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നതിന് മുമ്പ് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പം ഇതുകൂടെ ഒന്ന് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് എടുക്കുമ്പോൾ ഇനി ഒരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോഴത്തേനും അതായിക്കോളും. എണ്ണ വേണമെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ എന്താ പറയുക പൊടി ഒത്തിരി ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് നമുക്കിങ്ങനെ ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഓക്കെ, പൊട്ടറ്റിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ ആ ഉരുളക്കിഴങ്ങ് പൊട്ടറ്റോയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടോ. ഇനിയിപ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ 1/2 കപ്പ് തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്ത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഒഴിച്ചു കൊടുത്തു, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കും. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വരട്ടെ. ഓക്കെ, തേങ്ങാപ്പാലും മസാലയും ആ ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ ഒന്ന് വെന്ത് വരട്ടെ. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് ഞാനിതെല്ലാം കൂടെ വെച്ച് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 5 to 7 മിനിറ്റ് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒന്ന് നന്നായിട്ട് കുറുകി വരണം ഈ തേങ്ങാപ്പാലും ഓക്കെ മസാലയൊക്കെ ഇട്ട്. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ട്. 5 മിനിറ്റ് മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഇതിപ്പം 5 മിനിറ്റ് ഇവിടെ ഇരുന്ന് ഇങ്ങോട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക കേട്ടോ. കടുക് വറുത്ത് വെക്കാം. ഓക്കെ, കടുക് വറക്കുന്നതിന് വരെ അവിടെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും വറ്റൽ മുളക് കറിയിലയും ഓക്കെ എല്ലാം കൂടി ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. അപ്പോഴത്തേന് ആ സമയം കൂടെ നമുക്ക് ഈ ഇതില്ലേ ഇതവിടെ ഇരിക്കട്ടെ, ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുക കേട്ടോ. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിനിപ്പോൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതിപ്പം തിക്കായിട്ടുണ്ടല്ലേ. നമുക്ക് കടുക് വറുത്ത് നോക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, കണ്ട അപ്പോൾ കടുക് വറുത്തയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് വന്നപ്പോൾ ഉണ്ട് അടിപൊളി സ്റ്റൂ ആയിട്ടിരിക്കുന്നല്ലേ. ഇനിയിപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. നിങ്ങളുടെ ആവശ്യത്തിനൊരു ഗ്രേവി ഒന്ന് തിക്കാവാൻ നോക്കും. ഈ നമ്മൾ സദ്യക്ക് ഇലയിൽ വിളമ്പുമ്പോൾ ഇങ്ങനെ അവിടെ കിടന്ന് എന്താ പറയുക ഓടല്ലെന്ന് പറയല്ലേ, ഓടാതെ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുന്ന പോലത്തെ ഗ്രേവി ആക്കുക. ഓക്കെ, ഒത്തിരി ലൂസായിട്ടിരിക്കല്ലേ. ഓക്കെ, പിന്നെ ഒത്തിരി തിക്കും ആവില്ല. ഇത് ഒത്തിരി ഗ്രേവിയുള്ള സ്റ്റൂ ആണല്ലോ. ഓക്കെ, അപ്പോൾ കുറച്ച് ഗ്രേവിയും ദേ കഷ്ണം ഇങ്ങനെ നമുക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ആയിട്ടുണ്ട്. ഓഫ് ചെയ്ത് നിൽക്കുക. നമുക്ക് സെർവിങ് ബൗളിലോട്ടൊക്കെ മാറ്റി നോക്കാം അല്ലേ. ഇപ്പം നമ്മുടെ ഗ്രേവിയുള്ള സ്റ്റൂ ഉണ്ടോ, തേങ്ങാപ്പാൽ ഒഴിച്ച സ്റ്റൂ റെഡി ആയിട്ടിരിക്കുക. അപ്പോൾ നമ്മൾ സദ്യക്കൊക്കെ വിളമ്പുമ്പോൾ കണ്ടോ ഇതേപോലെ ഇങ്ങനെ കുറച്ച് ഗ്രേവി നമ്മൾ പൊട്ടറ്റോയൊക്കെ സെർവ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നല്ല ടേസ്റ്റുള്ള ഒരു സ്റ്റൂ ആട്ടോ. സദ്യക്ക് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി സ്റ്റൂ ആണ്. സദ്യക്കെന്നല്ല അല്ലാതെ ഇതൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ തിക്കായിട്ട് എന്താ പറഞ്ഞത് ഇതുപോലെ പൊട്ടറ്റോ സ്റ്റൂ ഉണ്ടാക്കണമെങ്കിൽ ഇത് ട്രൈ ചെയ്യാം. എസ്പെഷ്യലി സദ്യക്ക് ഉണ്ടാക്കി നോക്കുക. അടിപൊളി സ്റ്റൂ ആണ് കേട്ടോ. കുറച്ച് ഇപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം. ഇപ്പം ചിലർക്ക് വെള്ളം ഇച്ചിരി ഗ്രേവി ഉള്ളതായിരിക്കും, ചിലർക്ക് തിക്കായിട്ടുള്ള സ്റ്റൂ ആയിരിക്കും. ഇത് ഗ്രേവി ഉള്ള സ്റ്റൂ ആണെങ്കിൽ ഈ സ്റ്റൂ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, പൊട്ടറ്റോ സ്റ്റൂ ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ്, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. നല്ല മണം, നല്ല ടേസ്റ്റ്. ഇതേപോലെ തന്നെ മസാലകളൊക്കെ ഇട്ട് കോക്കനട്ട് മിൽക്കൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അടിപൊളി ഒരു എന്താ ഗ്രേവിയുള്ള സ്റ്റൂ നിങ്ങൾക്ക് സദ്യക്ക് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഇനി വേറെ റെസിപ്പി നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.